ഇവിടെ ചിലവന്മാരുണ്ട്, ഒരു പണിയും ചെയ്യില്ല, 3-4 നേരം വീട്ടിൽ ഇരുന്ന് മിഷ്ടാന ഭോജനം അടിച്ച് അങ്ങനെ നടക്കും. ഭാഗ്യവാന്മാരേ, ഭാഗ്യവാൻ ഭാഗ്യവാൻ. മമ്മട്ടി ഓടിഞ്ഞല്ലേ? മമ്മട്ടി ഓടിഞ്ഞാ നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. പണ്ടൊക്കെ പിന്നെ ഇപ്പൊ ചില മടിയന്മാരെ കാണുമ്പോൾ മമ്മാട്ടി പോലും പിടിച്ചില്ല. ആരെ കാണുമ്പോ? മടിയന്മാരെ കാണുമ്പോൾ മമ്മാട്ടിക്ക് പോലും പിടിച്ചില്ല. നിങ്ങൾ ആരും ഉദ്ദേശിച്ച നേരത്തെ ഇവിടെ പറഞ്ഞത്? ഞാൻ ആരെയും ഉദ്ദേശമല്ല പറഞ്ഞത്, വേണമെങ്കിൽ ഉദ്ദേശിക്കാം. നിങ്ങൾ ആരും ഉദ്ദേശിക്കണ്ട, നിങ്ങൾ എന്നെ ഉദ്ദേശം എന്നാണ് പറഞ്ഞാൽ എനിക്ക് നല്ലോണം അറിയാം കേട്ടാ. അത് മനസ്സിലാക്കേണ്ട ബുദ്ധിയൊക്കെ നിനക്കുണ്ടോ? ഭാഗ്യം. ചുമ്മാ ചൊറിയാൻ വരില്ല എൻ്റെ അടുത്ത്, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ പിള്ളേരെ കുഴപ്പം. എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതും കേൾക്കില്ല. നിങ്ങൾ ആരാണ് നിങ്ങൾ വിചാരം? എനിക്കറിയാൻ പറ്റുന്ന ചോദിക്കണം. നിങ്ങൾ ഇവിടുത്തെ കാര്യസ്ഥനല്ലേ? അല്ല നിങ്ങൾ മന്ത്രി MLA ഒന്നും അല്ലല്ലോ. നിങ്ങൾ ആ ഒരു ലെവലിൽ നിന്നാൽ മതി കേട്ടാ. കൂടുതൽ എൻ്റെ അടുത്ത് ചൊറിയാൻ വരണ്ട. അല്ലല്ല, മന്ത്രി MLA ആയാലേ നിനക്ക് ഉപദേശിക്കാവോ? എന്നെ ഉപദേശിക്കണമെങ്കിൽ ആ ലെവലിലുള്ള ആൾക്കാർ മാത്രം ഉപദേശിക്കാൻ പറ്റൂ. ഉടനെ ശരിയാവും. നിങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ ഏത് വാങ്ങിക്കുവേ? ഒരൊറ്റ അഴിച്ചോണ്ടല്ലോ അതിപ്പോ കാറാടാ, അതിനെങ്കിലും വെറുതെ വിടാ. എന്താണ് ഇവിടെ പ്രശ്നം? രാവിലെ നിന്റെ അമ്മാവനാണ് പ്രശ്നം. അമ്മാവനെന്ത് പ്രശ്നം? അമ്മാവനെന്ത് പ്രശ്നം? എന്താ അമ്മാവ? എന്റെ പൊന്നു മോളെ, ഇവൻ ജോലിയും കൂലിയും അല്ല ഇങ്ങനെ നടക്കയില്ലേ, ഇത്രയും വയസ്സായില്ലേ, നല്ല സുന്ദരനാണല്ലോ. ഒരു പെണ്ണൊക്കെ കെട്ടിണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും ജോലിക്ക് പോടാ മോനെ എന്ന് ഞാൻ താഴ്മയായിട്ടൊന്ന് ഉപദേശിച്ചു. അതിനാണ് ഈ കിടന്ന് ചാടണത് അവൻ. സൂചിപ്പിച്ച എനിക്ക് ഇഷ്ടപ്പെട്ട്, സുന്ദരനൊക്കെ തന്നെ, അത് വേറെ കാര്യം, അത് വിട്. ഞാൻ എന്ത് ചെയ്യണോ ഞാൻ തീരുമാനിച്ചോളാം കേട്ടാ. എനിക്ക് ആ ഉപദേശമൊന്നും വേണം എന്ത് ചെയ്യണമെന്നുള്ളത്. എൻ്റെ അമ്മാവ, അല്ലെങ്കിൽ അമ്മാവനല്ലാണ്ട് ഇവനൊക്കെ ആരെങ്കിലും ഉപദേശിക്കോ? ഇവൻ നന്നാവണതേ ആ കടലിലെ വെള്ളമൊക്കെ അങ്ങ് വറ്റിപ്പോണതേ ഒരേപോലെയാണ്. ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. എന്റെ പൊന്നുമോളെ, അതെനിക്കറിയാം. എന്നാലും ഒന്ന് ഉപദേശിച്ചാൽ ചിലപ്പോൾ നന്നാവണമെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് വെച്ച് 2 വാക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അവ ഉടനെ പറയാണ് അവനെ ഉപദേശിക്കണമെങ്കിൽ MLAയോ മന്ത്രിയോ വന്നാലേ പറ്റുള്ളൂ. എന്ത് കുഴപ്പം? നീ ആര്? എന്നെ ഉപദേശിക്കണമെങ്കിൽ ആ ലെവലിലുള്ള ആൾക്കാർ എന്നെ വേണം. നീ ഏത് ലെവലിലാണ് നിൽക്കണേ? നിനക്ക് വല്ല ഐഡിയ ഉണ്ട്? എനിക്ക് നല്ല ഐഡിയ ഉണ്ട്. ആ പൂപ്പോളൊന്നും ഉപദേശിച്ച് ഞാൻ കേൾക്കൂല. മനസ്സിലായ അമ്മാവ? ഇവനെ ഈ ലെവലിലാണ് നിൽക്കുന്നത്. അയ്യോ കോമഡി. എന്റെ പൊന്നു മോളെ, എന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഇവനെ പോലെ ഒരുത്തരം ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. എങ്ങനെ കാണും? കണ്ടിട്ടില്ലടാ. കണ്ടിട്ടില്ല. എങ്ങനെ കാണാം? ഇല്ലടാ, ഒരുത്തനും ഇല്ലടാ. സമൂഹമായിട്ട് ബന്ധം വേണം. എടാ എന്തെങ്കിലും ഒരു 10 പൈസ ചെറുക്കണമെങ്കിൽ ഒരു കല്ലെങ്കിലും എടുത്തിട്ട് 5 പൈസ ഉണ്ടാക്കൂടെ? ഇന്നേ വരെ എടാ, നീ വലിക്കുന്ന ഒരു സിഗരറ്റിനെങ്കിലും നീ സ്വന്തമായിട്ട് പൈസ കൊടുത്ത് വലിച്ചിട്ട് എത്ര പ്രാവശ്യം അത് വിട. അതിന് വരാ നീ ഇച്ചി മച്ചാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കണം? കാല് പൊളിക്കും. എന്റെ ഇച്ചി മച്ചനെ വിളിക്കണം. നിങ്ങൾക്ക് എന്ത് പ്രശ്നം? എടാ ഇച്ചി മച്ചനെ വിളിച്ചാലടാ, അവരെ പോലെ ഒരു തങ്കമായ 2 പേരായോണ്ട് നീ ഇപ്പോഴും ജീവനോടിയിരുന്നു. എന്റെ വീട്ടിലേറ്റാരാണ് ഞാൻ ചവിട്ടിക്കൂട്ടിയെടുത്ത് കുറച്ച് മച്ചാനെ ചവിട്ടിക്കൂടി ചുമന്നു. എടാ അറ്റ്ലീസ്റ്റ് എന്നെ കണ്ടുപിടിക്കടാ. ഞാൻ ഈ പ്രായത്തിൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കിട്ടുന്ന ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ ഓരോ ദിവസം കിടന്നുറങ്ങുന്നത്. അല്ലാണ്ട് നിന്നെ പോലെ ഡിപ്പെൻഡ് ചെയ്തല്ല ജീവിക്കുന്നത്. ഒരുമിച്ചിട്ടില്ലേ? രണ്ടെണ്ണം കൂടെ ടീമായിട്ട് എനിക്കിട്ട് പണിയോടെ പരിപാടിയാണല്ലേ? വീട്ടിനകത്ത് കയറിപ്പോടാ. വെറുതെ എന്റെ മോളെ അടി വാങ്ങിക്കാതെ വീട്ടിനകത്ത് കയറി. ഈ മോളാ പിന്നെ എന്റെ മൂക്കേരി കളയല്ലോ. മനസ്സില്ല. അയ്യേ, അങ്ങോട്ട് പോണത്? രണ്ടെണ്ണത്തിന് ഇവിടെ നിന്ന് ഇറക്കാതെ തിരിച്ചായി വീട്ടിൽ കയറില്ല. നോക്കിക്കോ. അപ്പൊ ഈ ജന്മത്തിലൊന്നും നീ ഇങ്ങോട്ട് കയറുന്നില്ല.